നോവൽ സാഹിത്യത്തിന് ഭാവനാസമ്പന്നമായ പുതിയ ദിശകൾ നൽകിയ ഇതിഹാസകാരൻ CV രാമൻപിള്ളയുടെ സാഹിത്യ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച നെയ്യാറ്റിൻകര ആറയൂരിലെ ചരിത്രപ്രസിദ്ധമായ പുന്നത്താനം വീട് ഇനി പൈതൃകത്തിന്റെ തനിമയോടെ പുനർജനിക്കും. കാലപ്പഴക്കമേൽപ്പിച്ച ആഘാതങ്ങളിൽ നാശത്തിന്റെ വക്കിലായിരുന്ന ഈ പൗരാണിക ഭവനം അതിന്റെ പൂർണ്ണരൂപത്തിൽ വീണ്ടെടുക്കാനുള്ള ബൃഹത്തായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. CV രാമൻപിള്ളയുടെ 168ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള പുന്നത്താനം വീട് കേരളീയ തച്ചുശാസ്ത്രത്തിന്റെ അത്യപൂർവമായ വിസ്മയമാണ്. പൂർണ്ണമായും തടിയിൽ തീർത്ത മനോഹരമായ കൊത്തുപണികളും നിർമ്മാണ ശൈലിയും വീടിനെ വേറിട്ട് തന്നെ നിർത്തും. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജാവടക്കമുള്ള CVയുടെ വിഖ്യാത കൃതികളിലെ അക്ഷരക്കൂട്ടുകൾ വിരിഞ്ഞത് ഈ തറവാടിന്റെ തണലിലായിരുന്നു. മതിയായ സംരക്ഷണമില്ലാതെ ഈ ചരിത്ര സ്മാരകം വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമെന്ന അവസ്ഥയിലാണ് CV രാമൻപിള്ള സ്മാരക ട്രസ്റ്റും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ഈ ദൗത്യം ഏറ്റെടുത്തത്. ഈ സാംസ്കാരിക ദൗത്യത്തിന് കരുത്തു പകർന്നുകൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ആദ്യ ധനസഹായം നിംസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ MS ഫൈസൽ ഖാൻ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറി. അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തേനെ ഇടപഴകുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ യന്ത്രങ്ങളുമായിട്ടാണ്. അവൻ്റെ ഇടയിൽ ഒരു മനുഷ്യത്വത്തിന്റെ ഭാവം കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിനകത്ത് മറ്റാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് സ്വമേധ തോന്നുന്ന ഒരു ആത്മാവ് രൂപീകരിക്കണമെങ്കിൽ നമുക്ക് പല കഥാപാത്രങ്ങളും പലതും നമ്മുടെ മനസ്സിൽ വന്നും പോയും കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഏകദേശം 25 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിലൂടെ വീടിന്റെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള അറ്റകുറ്റപ്പണികളാണ് ലക്ഷ്യമിടുന്നത്. വരും തലമുറയ്ക്കായി ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഈ തിരുശേഷിപ്പിനെ കാത്തു സൂക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.